ഗോൾഡനും ബ്ലാക്കും മിന്നി മറിയുന്നതായിട്ട് കാണാൻ പറ്റും. അത് ബ്ലാക്ക് പാർട്ട് നമ്മളിലേക്ക് വരുന്ന ഈവിൾ ഐയെ, ദൃഷ്ടിദോഷത്തിന്, മറ്റു ദോഷങ്ങളെല്ലാം ചെറുക്കുമ്പോൾ ഇതിലത്തെ ഗോൾഡൻ പാർട്ട് നമുക്ക് വ്യാഴത്തിൻ്റെ പ്രീതി അഥവാ ദൈവാധീനം, ഭാഗ്യം അതെല്ലാം കൊണ്ടുവരും. സാറ് ഇപ്പം രുദ്രാക്ഷമാണെങ്കിൽ, ഇപ്പം ക്രിസ്റ്റൽസൊക്കെ ആണെങ്കിൽ എനർജൈസ് ചെയ്താണ് പലർക്കും കൊടുക്കാറുള്ളത്. അപ്പം ഇപ്പം കാണിച്ച ഈ നാച്ചുറൽ ക്രിസ്റ്റൽസ് എല്ലാം അത് ലോക്കറ്റിൻ്റെ രൂപേണയോ അല്ലെങ്കിൽ മാലയായിട്ടോ ബ്രേസ്ലെറ്റായിട്ടോ ഒക്കെ ധരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയൊന്നും ധരിക്കാതെ തന്നെ ഇപ്പോൾ ലോക്കറ്റായിട്ട് ഇടാൻ പറ്റാതെ തന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് ബാഗിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ, കിടക്കുന്ന റൂമിലോ അല്ലെങ്കിൽ പഠിക്കുന്ന റൂമിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ പ്രയോജനം കിട്ടുമല്ലോ അല്ലേ? സാധിക്കും, ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മുടെ ഈ ടവർ പോലുള്ള സാധനങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾ ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് കൊണ്ടുവയ്ക്കാം, വീട്ടിൽ വയ്ക്കാം. പഠിക്കുന്ന കുട്ടികളുടെ ഓർമ്മശക്തി കിട്ടി, നമ്മൾ എത്ര പഠിച്ചാലും അത് ഓർക്കാതെ മറന്നു പോകുന്നു പരീക്ഷയ്ക്ക് എന്ന് പറയുന്ന കംപ്ലൈൻ്റ് ഉണ്ട് ധാരാളം പേർക്ക്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മാജിക്കൽ സപ്പോർട്ട്, അമെത്തിസ്റ്റ് എന്ന് പറയുന്ന കല്ലിൻ്റെ ഒരു പിരമിഡ്. ആ പിരമിഡ് അവർ പഠിക്കാൻ സമയത്ത് അതിനെ കയ്യിലെടുത്ത് വെച്ച് ഞാൻ പഠിക്കുന്നത് മുഴുവൻ ഓർക്കണം, ഞാൻ ഓർക്കണം എന്നാണ് എന്ന് ഇതിൻ്റെ സപ്പോർട്ടും കൂടി എടുത്തിട്ട് നമ്മൾ ഇതിനെ അടുത്ത് തന്നെ വയ്ക്കുന്നു. ഇത് പ്രസരിപ്പിക്കുന്ന ഊർജ്ജം നമ്മളെ ഒരു പ്രത്യേക ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നത് വഴി നമുക്ക് പഠിച്ചു കഴിഞ്ഞു ഇത് ക്ലോസ് ചെയ്ത് വീണ്ടും നന്ദി പറഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് പോവുക. അടുത്ത പരീക്ഷയ്ക്ക് ഇത് കൊണ്ടുപോകണം. ഹോളിൽ പരീക്ഷയ്ക്ക് അലൗഡ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത് ലാസ്റ്റ് മൊമെൻറ്റിൽ അതെടുത്ത് വെച്ച് സങ്കല്പം ചെയ്തിട്ട് പോവുക. പരീക്ഷാ ഹാളിൽ അതിനെ കാണാനോ അതിനെ വിഷ്വലൈസ് ചെയ്താനോ പറ്റുന്നുണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് പറയാനുള്ളത്, നമുക്ക് എഴുതാനുള്ളത് ഓപ്പണായി വരും. നല്ല അനുഭവമാണ് നമ്മൾ കൊടുത്തു നോക്കിയിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ടവർ പോലെ ഉണ്ടാക്കി വെച്ച് ഗ്രിഡ് പോലെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ വീടിൻ്റെ ഉള്ളിൽ, മുറിയുടെ ഉള്ളിൽ, ഫാക്ടറിയുടെ ഉള്ളിൽ, നമ്മുടെ ഓഫീസിൽ ഒക്കെ ഇങ്ങനെ എനർജി ധാരാളം കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പലപ്പോഴും കോസ്മിക്കയുടെ ഓഫീസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിൽ നിന്നുള്ള പ്രസരണം അവിടെ വരുന്ന ആളുകൾക്ക് മുഴുവനും സ്വസ്ഥതയും സുഖവും സമാധാനവും കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് അവിടെ വരുന്ന ആളുകൾ പറയുന്നുണ്ട് ഒരു വൈബുണ്ട്, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതാണ് അതിന് കാരണം വരുന്നത്. ഇത് ആവശ്യമുള്ള ആളുകൾക്ക് അത് അങ്ങനെ ചെയ്യാനാവും. കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നെഗറ്റീവ് എനർജി അബ്സോർബായിട്ട് അത് എഫക്റ്റീവ് അല്ലാണ്ടായി അങ്ങനെ മാറാറുണ്ടോ? അത് കുറേ ദിവസം വേണ്ട, അതാത് ദിവസം തന്നെ. കല്ലുകൾക്കെല്ലാം തന്നെ നമുക്കതിൻ്റെ മെയിൻ്റനൻസിൽ പറയാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ കല്ലിന് എല്ലാ ദിവസവും അഭിഷേകം വേണം. നമ്മൾ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുന്നു, വിഗ്രഹങ്ങൾക്ക് അഭിഷേകം ചെയ്യുന്നു എന്ന് സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളുടെ പദ്ധതിയിൽ കാണുന്നത് പോലെ കല്ലാണോ നാച്ചുറൽ സ്റ്റോൺസ് ആണോ എല്ലാ ദിവസവും അഭിഷേകം വേണം. അത് കയ്യിലിട്ടിട്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കഴിയാൻ പോരാ, മതി, അങ്ങനെയായാലും മതി. അതിന് നമ്മളൊരു റിച്വലായിട്ട് നമ്മൾ ഒരു പണിയെടുക്കുന്ന രീതിയിൽ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ അവിടെ എത്തുള്ളൂ. അല്ലാതെ ഞാൻ കുളിച്ചപ്പോൾ മഴ നനഞ്ഞപ്പോൾ അതിൽ വെള്ളം വീണായിരുന്നു എന്ന് കരുതിയാൽ മതിയാവില്ല. മനസ്സിൽ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റൻറ്റ് ചെയ്യേണ്ടത്? എന്താണ്? ഇതിനെ ഞാൻ വാഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ വെള്ളമില്ലാതെയും നമുക്ക് വാഷ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സങ്കല്പിച്ച് വെള്ളം കിട്ടാത്തവരിടത്ത് നിന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അയാൾക്ക് വെള്ളം ഒഴിച്ചു ഞാൻ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇൻറ്റൻറ്റ് ചെയ്യാം. ഉപ്പുവെള്ളത്തിലൊന്നും വാഷ് ചെയ്യണ്ട. ഉപ്പുവെള്ളത്തിൽ പീരിയോഡിക്കലി വല്ലപ്പോഴൊക്കെ ഇത് അത് സേഫ് ആണെങ്കിൽ, അതിൽ ലോഹം കെട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഉപ്പുവെള്ളത്തിൽ വാഷ് ചെയ്യണോണ്ട് തെറ്റില്ല. അതിൻ്റെ ആദ്യത്തെ ക്ലെൻസിങ്ങിൽ ഉപ്പുവെള്ളം എന്തായാലും പറയാറുണ്ട്. ഉപ്പുവെള്ളത്തിൽ അതിശക്തമായിട്ട് ഇത് നെഗറ്റീവ് എനർജി പിടിച്ചു വയ്ക്കും. ഒരാൾ റോസ് ക്വാർട്സിൻ്റെ കല്ല് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അയാൾ വലിയ ദേഷ്യക്കാരനാണ്. അയാൾ പോകുന്ന വഴി കാണുന്നവരോടൊക്കെ മെക്കിട്ട് കയറും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. അയാൾ വിചാരിക്കുന്നു അയാളുടെ നേരെ എല്ലാവരും ശത്രുതാപരമായിട്ട് പെരുമാറുന്നതാണെന്ന് അയാൾ വിചാരിക്കുന്നു, അയാളുടെ ഒരു ദൃഷ്ടികോണിൽ കൂടെ നോക്കുമ്പോൾ. അപ്പോൾ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആളെ നമ്മൾ ഒരു റോസ് ക്വാർട്സിൻ്റെ കല്ല് ധരിപ്പിച്ചു അയാളുടെ ദേഷ്യം മാറണമെന്ന് കരുതിയിട്ട് അയാളും സമ്മതിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കണക്കുള്ളൊരു സാഹചര്യം, അയാൾ ഇഷ്യൂ ഉണ്ടാക്കാറുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുമ്പോൾ ആ സാഹചര്യത്തിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോണായിരിക്കും അതിൻ്റെ അവിടുത്തെ ഒരു എക്സ്ചേഞ്ച് എനർജി എടുത്തു വയ്ക്കുക. അത് സ്റ്റോറാവും. അത് സ്റ്റോറായത് നമ്മൾ പീരിയോഡിക്കലി വാഷ് ചെയ്ത് കളയുമ്പോൾ അതിൽ നിന്ന് വാഷ് ഔട്ടായി പോകുന്നത് അനുഭവമാണ് ഉള്ളത്. ഇതൊരു പദാർത്ഥമാണ്, ഇതിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി കഴുകി കളയാൻ പറ്റുന്നു എന്നൊക്കെ
അത്രയ്ക്കും അതിൻ്റെ പുറകിലേക്ക് പോയി ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. കാരണം മനുഷ്യന് സ്ട്രെസ്സ് വരുമ്പോൾ സ്ട്രെസ്സ് വന്നത് ശരീരത്തിലാണോ മനസ്സിലാണോ? മനസ്സിൽ. രണ്ടിലും ഉണ്ട്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഈ പറഞ്ഞ ഓറ തട്ടി. പക്ഷേ നമ്മൾ പറയാറുള്ളത് മനസ്സിന് വലിയ ഭാരം വന്നു എന്നാണ്. എനിക്ക് വലിയൊരു ഭാരം പോലെ ഫീൽ ചെയ്യുന്നു. സ്വന്തം ശരീരത്തിൻ്റെ ഭാരം ആർക്കെങ്കിലും ഫീൽ ചെയ്യും? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭാരം ഫീൽ ചെയ്യുന്നു, ഞാൻ സ്ട്രെസ്ഡ് ആണ്, എനിക്കിനിയും ഒന്നും ചിന്തിക്കാനും പറയാനോ ഒന്നും പറ്റുന്ന സമയമല്ല ഇത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ആ ഇടം, ആ ഫീൽ ചെയ്യുന്ന ആ ഒരു ഹെവിനെസ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിച്ചാൽ ശരിയാവാറുണ്ട്. നമ്മൾ സ്വയം ഒന്ന് നല്ല വെള്ളത്തിൽ കുളിച്ചാൽ, ഷവർ ചെയ്യുമ്പോൾ നമ്മൾ തലവഴി ഒഴിച്ച് കുളിക്കുക, നമ്മൾ വളരെ ലാഘവമുള്ളവരായി മാറാറുണ്ട്. ഇത് മനസ്സിനെ കഴുകാൻ പറ്റിയെന്നാണോ? പറ്റി. ഓറയിലാണ് മനസ്സ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓറയും എനർജിയാണ്, മനസ്സും എനർജിയാണ്, ശരീരവും എനർജിയാണ്. വെള്ളം വീണപ്പോൾ അവിടെ ഉണ്ടായ പരിവർത്തനം ഓറയെ കുളിപ്പിച്ചു, മനസ്സിനെ കുളിപ്പിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇതുപോലെ ഈ പദാർത്ഥമായിരിക്കുന്ന കല്ലിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള എനർജിയിലും മാറ്റം വരുന്നുണ്ടെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ അതുവരെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി വാഷ് ഔട്ടായി പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആര് ധരിച്ചാലും, രത്നക്കല്ലുകൾ ധരിച്ചാലും, എവിടെ നിന്ന് ആ ആളുകളും നിർബന്ധമായിട്ട് എല്ലാ ദിവസവും വാഷ് ഔട്ട് ചെയ്യണം ഈ നെഗറ്റീവ് എനർജി. എന്നാൽ മാത്രമാണ് ഉദ്ദേശിച്ച ഫലത്തിൽ എത്ര 1000 രൂപ കൊടുത്ത കല്ലായാലും ഫലിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ് നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട്, അതായത് കൂവജ്രത്തെ പറ്റി കൂടുതൽ ഓരോന്നിനെ പറ്റി പറയുന്നത്. ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ധരിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അത് പക്ഷേ ചിലർക്ക് ഇത് ധരിച്ചിട്ട് പൊട്ടിപ്പോയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് ഇത് ടാക്സ് വന്നിട്ടായിരിക്കും അത് പൊട്ടിത്തെറിച്ച് പോയ കേസുകൾ, ബ്രേസ്ലെറ്റ്സ് ധരിച്ചിട്ട് തെറിച്ച് പോയ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സാർ ഒന്ന് ചെറുതായിട്ട്. അതിൽ ഏറ്റവും നമുക്ക് 2-3 സാധനങ്ങളിലാണ് അങ്ങനത്തെ അനുഭവങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളത്. ഒന്ന് കുവജ്രം അഥവാ നമ്മുടെ ബ്ലാക്ക് ടെർമലിൻ. അതിൻ്റെ ലാസ്റ്റിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത്, സാർ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വേറെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കഴുത്തിൽ സാറ് തന്ന ആ ലോക്കറ്റ് ധരിച്ചിട്ടുണ്ട്, അത് ഇപ്പോൾ കുറച്ച് മുമ്പ് അത് പൊട്ടിപ്പോയി. ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടില്ല, ഞാനതിനെ പിടിച്ചു നോക്കിയില്ല, ഞാനതിനെ ഒന്നും ഞെക്കി നോക്കിയില്ല. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കല്ല് തനിയെ പൊട്ടി. അപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കട്ടെ, ഞാൻ എഴുതി വെച്ചേക്കണത്. അത് ഉടനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാൾക്ക് വളരെ സിവിയറായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന നെഗറ്റീവ് വൈബ്രേഷനാണ് കാണിച്ചിരുന്നത്. അതിന് പകരമായിട്ടാണ്, അതിനെ എതിർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോൺ കൊടുത്തിട്ട് ഒരു 2 മാസമായിട്ടുള്ളത്. ഇപ്പോഴത്തെ എനർജി ലെവൽ നോക്കിയപ്പോൾ അത് എല്ലാം ശാന്തമായതായിട്ട് കണ്ടു. ഇനി അയാൾ അത് ധരിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ദിവസം ഇത് പൊട്ടിപ്പോയ ആളുകളെ കണ്ടിട്ടുണ്ട്, അവരുടെ ചെക്ക് ചെയ്തപ്പോഴും ഇനി അവർ അത് ധരിക്കേണ്ട ആവശ്യമില്ല, വേറെ എന്തെങ്കിലും ധരിക്കണം, അതൊക്കെ അവർ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്. ഈ ആവശ്യത്തിലേക്ക് ഇനി സ്റ്റോൺ ധരിക്കേണ്ടതില്ല. എനിക്ക് അതിലും നല്ല ഒരു സംഗതി, വിവാഹ തടസ്സം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു ബന്ധു തന്നെയാണ്. അയാൾക്ക് ഞാനൊരു ചെറിയ ഈ തരത്തിലുള്ള ഒരു കല്ല് ഒരു മോതിരമായിട്ട് വാങ്ങിച്ചു കൊടുത്തു. അതൊരു ഉത്സവപ്പറമ്പിൽ കൂടെ നടക്കുമ്പോൾ കിട്ടിയ കല്ലാണെന്നുള്ളതാണ് എൻ്റെ തമാശ. പിറ്റേ ദിവസം തന്നെ അവരുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാവുകയും വളരെ എളുപ്പത്തിൽ ആ വിവാഹം നടക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് എന്തോ ഒരു പ്രത്യേക ഒരു അഫർമേഷൻ, സെൽഫ് അഫർമേഷൻ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവനോൻ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു വയ്ക്കും. ആ തീരുമാനങ്ങൾ ചിലപ്പം കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അവരുടെ ദാമ്പത്യത്തിൻ്റെ ആദ്യത്തെ നാളുകളിൽ പറയും 5 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടി. പിന്നീട് അവർക്ക് 5 വർഷം കഴിഞ്ഞാൽ അവർ വിചാരിക്കണ പോലെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റണമെന്നില്ല. ഏതോ ഒരു പ്രത്യേക മൂഡിലാണ് അവർ ആ അഫർമേഷൻ എടുക്കുന്നത്, ഈ തീരുമാനം എടുക്കുന്നത്. ആ മൂഡ് 1 മാസം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടണമെന്നില്ല. ആ മൂഡിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ പദ്ധതി മാറ്റിയെടുക്കാൻ പറ്റിയാൽ ഒരു പക്ഷേ നാച്ചുറലായിട്ട് അത് ശരിയാവും. അത് സാധിക്കില്ലല്ലോ. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഊഷ്മള ബന്ധം ചിലപ്പോൾ അത്ര പഴയ ഊഷ്മളത ഉണ്ടാവില്ല. അത് നമുക്കതിനെ ഫോർമാറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? അന്ന് ഉണ്ടാക്കി വെച്ച അവരുടെ അഫർമേഷനെ, അവരുടെ സങ്കല്പത്തിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് പുതിയ ഒന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റും
എന്നുള്ളതാണ് ഈ ബ്ലാക്ക് ടെർമിലിൻ കല്ലുകൊണ്ട് നമുക്ക് അത്ഭുതകരമായിട്ട് സാധിക്കാൻ പറ്റുന്നത്. ഒരു സ്കൂൾ കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ വന്നു. അയാളെ എഞ്ചിനീയറിങ്ങിന് എന്തോ ഒരു പുറത്ത് ഒരു കോളേജിൽ കൊണ്ട് ചേർത്തതാണ്. അവിടെ റാഗിങ്, കുട്ടികൾ ഈ പയ്യനെ കണ്ടിട്ട് എന്തോ കൗതുകം കൊണ്ട് അവർ കളിയാക്കുന്നു, ഉപദ്രവിക്കുന്നു. ഇയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ തിരിച്ചു വരുന്നു. 4-5 തവണ ആവർത്തിച്ചു. പല ജ്യോത്സ്യന്മാരെയും കണ്ടു, പല ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചു, ഒന്നും നടക്കണില്ല. ഇനിയാണ് രുദ്രാക്ഷം കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരണത്. ഞാൻ പറഞ്ഞു, ഇതിന് രുദ്രാക്ഷം കൊടുക്കണ്ട, നമുക്ക് രുദ്രാക്ഷം വാങ്ങിക്കണമെങ്കിൽ കുറേ പൈസയാവും, കൂടുതൽ പൈസ ആവണമെന്നാണ്. നമുക്ക് ഈ കല്ലാണ് അയാൾക്ക് ഇപ്പോൾ ആപ്റ്റായിട്ട് കാണുന്നത്. ബാക്കി വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളൊരു കല്ല്, ഒരു രുദ്രാക്ഷം, അത് വേറെ നമുക്ക് ഒരു വിദ്യാകവചം കൊടുക്കാമെന്ന് പറഞ്ഞു. വിദ്യാകവചം വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു. ഇതാണ് അയാളുടെ ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തു. 2 നേരം 3 നേരവും കഴുകണം എന്ന് പറഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ആ കുട്ടിയെ കൊണ്ട് വീണ്ടും കോളേജിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആരൊക്കെയാണോ അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ആ കുട്ടികളെല്ലാവരും കൂടി വന്ന് ഇവനെ വാരി എടുത്തുകൊണ്ട് പോയി. അവർ പറയണു, ഇവൻ്റെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ഇനി ഞങ്ങളുടെ അനിയനാണ് ഇവൻ, ഞങ്ങൾ ഇവനെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഇഷ്യൂ വലിയ ലെവലിൽ അങ്ങ് മാറിപ്പോയി. ഇവിടെ നമ്മൾ എന്തെന്ന് വിചാരിക്കും? ഏത് തരത്തിൽ പോലീസിനെ കൊണ്ടെന്ന് പറയിപ്പിച്ചാലോ കോളേജ് അധികൃതരെ കൊണ്ട് പറയിപ്പിച്ചാലോ ഒന്നും മറ്റവരുടെ മനസ്സ് മാറണമെന്നില്ല. ഒരുപക്ഷെ ഇയാളുടെ തന്നെ ഏതോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തു, വാഷ് ഔട്ട് ചെയ്തു. അയാൾക്ക് നല്ല ആകർഷണ ശക്തി ഉണ്ടായി, ആ കൂട്ടുകാരുണ്ടായി. നമുക്ക് കാണാൻ പറ്റും ധാരാളം പേർക്ക് കൂട്ടുകാരില്ലാത്ത അവസ്ഥയുണ്ട്. ഇൻറ്റിമസി ഇല്ലാത്തവർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ വേറൊരു സാധനമാണ്, അത് പേഴ്സണൽ മാഗ്നറ്റിസത്തിൻ്റെ കുറവുകൊണ്ടാണ്, ആകർഷണ ശക്തി ഇല്ലായ്മ. അതുപോലെയാണ് എല്ലാ കാര്യവും ഞാൻ അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെല്ലാം തലകൂലിക്ക് മനസ്സിലാക്കിയതാണ്. പക്ഷേ പിന്നെ അവർ പറയണു എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്. ഞാൻ എത്രയോ എഫർട്ട് ഇട്ടതാണ് ഇതിൽ, ഞാനെല്ലാം വടിവത്ത ഭാഷയിൽ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാളെല്ലാം പറഞ്ഞു കൊടുത്തത് അച്ചടി ഭാഷയിലായിരിക്കാം, പക്ഷേ ശരിയായ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ആ ശരിയായ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മിസ്റ്റിക്കായിട്ടുള്ളൊരു സാധനം ഇതിൻ്റെ പുറകിലുണ്ട്. അത് അയാളുടെ ആകർഷണ ശക്തി മറ്റേ ആളിലേക്ക് ഒരു കൗണ്ടർ വൈബ്രേഷൻ കൊടുക്കുന്നുണ്ട്. ആ കണക്ട് ചെയ്യുന്ന നമ്മുടെ സോളാർ പ്ലെക്സസ് മറ്റേ ആളുടെ സോളാർ പ്ലെക്സസുമായിട്ട് കറക്റ്റായിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വൃതാവിലായി പോകും. ആളെല്ലാം തലകുലുക്കി കേൾക്കണ്ടാവാം, പക്ഷെ ഒന്നും ഹൃദയത്തിലേക്ക് എടുക്കുന്നുണ്ടാവില്ല. ഹൃദയത്തിലേക്ക് എടുക്കണമെങ്കിൽ ഇയാളുടെ ഈ ചക്ര, ഇയാളുടെ പേഴ്സണൽ മാഗ്നറ്റിസിൻ്റെ ചക്ര നമ്മൾ ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്നത് കറക്റ്റാവും. അതുപോലെ നമുക്ക് ധാരാളം വിവരമുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നന്നായിരിക്കണം എന്നില്ല, വിവരം ധാരാളമുണ്ട്, പക്ഷെ നല്ല അധ്യാപകനാണെന്ന് പേരെടുക്കുന്നില്ല. എന്നാൽ അധികം വിവരമില്ലാത്തൊരു നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അധ്യാപകൻ, അദ്ദേഹത്തിന് നല്ല കുട്ടികളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ലാക്ക് ഓഫ് എനർജിയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്ക് ചക്രാസിലാണ്. ചക്രാസിലാണ്, ചക്രങ്ങൾക്ക് പുറകിൽ ഓറയാണ്. സാർ, അതുപോലെ ഇപ്പം നമ്മൾ ക്രിസ്റ്റൽസിനെ പറ്റി കുറേ കാര്യം സംസാരിച്ചു. നമ്മുടെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റ് ആയിരുന്നു, എൻ്റെ വീട്ടിലൊരു രുദ്രാക്ഷത്തിൻ്റെ മരം ഉണ്ടെന്നും അതിൽ 5 മുഖത്തിൻ്റെ രുദ്രാക്ഷമാണ് ഉണ്ടാകുന്നതെന്നും അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും പലർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും, അപ്പം അത് നല്ലതാണ്, വീട്ടിൽ ഇങ്ങനെ മരം നിൽക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ രുദ്രാക്ഷം കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞു റേക്കി വഴി എനർജൈസ് ചെയ്തൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട്, പക്ഷെ രുദ്രാക്ഷം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അത് വീട്ടിൽ വെക്കുന്നതുകൊണ്ടും അത് നല്ലതായിരിക്കുമോ? നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന രുദ്രാക്ഷങ്ങളാണെങ്കിലെല്ലാം സാധാരണ 5 മുഖ രുദ്രാക്ഷം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അത് നമ്മളുടെ തന്നെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട്, കോസ്മോക്കിൽ നിന്നുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആളുകൾക്ക് കുറച്ചൊരു ധാരണ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശുദ്ധി ചെയ്യേണ്ടതുണ്ട്, പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ. പ്രോഗ്രാമിംഗ് അവിടെ നിൽക്കട്ടെ, അതിനി അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർ ധരിക്കുന്നത് ഒരു സങ്കല്പപൂർവ്വം ഈശ്വര വിശ്വാസത്തിൽ ഇത് ധരിച്ചാൽ എനിക്ക് ഗുണം കിട്ടുമെന്ന സ്വയം സെൽഫ് അഫർമേഷനോട് കൂടിയിട്ട്, സത്യസങ്കല്പത്തോട് കൂടിയിട്ട് അവർ ധരിക്കട്ടെ, അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ അത് പിന്നീട് അതിൻ്റെ പീരിയോഡിക്കലി ക്ലെൻസിങ് ചെയ്യുകയും അതിൽ നിന്ന് അവർ ആ തരത്തിൽ അതിനെ ശുദ്ധീകരിക്കുകയും മെയിൻ്റനൻസ് ചെയ്യുകയും ചെയ്താലേ അവർക്ക് ഗുണമുണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് അവർക്ക് എവല്യൂഷൻ ഉണ്ടാവുക തന്നെ ചെയ്യും. അവരുടെ എനർജി ബാലൻസിങ് ഉണ്ടാവും. അവർ ധരിച്ച സാധനം നല്ലതാണെങ്കിൽ, ഒറിജിനലാണെങ്കിൽ. അതിനെ തുടർന്ന് അവർക്ക് ആപ്റ്റായിട്ടുള്ള രുദ്രാക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം പിന്നീട് പ്രവർത്തിച്ചോളും. അതുകൊണ്ട് കിട്ടുന്ന രുദ്രാക്ഷം പാഴാക്കി കളയേണ്ടതില്ല. പക്ഷേ അതൊരു
അതൊരു പൂർണ്ണത അതിന് നമുക്ക് ഒരു പ്രത്യേക ആവശ്യം മുൻനിർത്തി വരേണ്ടവർക്ക് പൂർണ്ണതയാവില്ല. കിട്ടിയ രുദ്രാക്ഷം ധരിച്ചതുകൊണ്ടായില്ല, അത്രേ ഉള്ളൂ. അതുപോലെ വേറൊരു ചോദ്യമാണ്, നമ്മൾ വീഡിയോയിൽ വന്നൊരു ചോദ്യമാണ്, ഇഷയിൽ ഇതുപോലെ ഇഷ ഫൗണ്ടേഷനിൽ ഇതൊരു രുദ്രാക്ഷം കൊടുക്കുന്നുണ്ട്, അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആശ്രമങ്ങളിൽ നിന്നും, ഭാരതത്തിലുള്ള എല്ലാ ആശ്രമങ്ങൾക്കും അവർ അതിന് സന്നദ്ധരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് വരെ കൊടുക്കാനുള്ള രുദ്രാക്ഷ കച്ചവടക്കാർ തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ നേപ്പാളിൽ ഉണ്ടാകുന്ന രുദ്രാക്ഷത്തിൻ്റെ ഭാരതത്തിലുണ്ടായാലും 95% വരുന്നത് 5 മുഖ രുദ്രാക്ഷമാണെന്ന് വിചാരിക്കേണ്ടി വരും. അത്രമാത്രം ഓരോ വർഷവും രുദ്രാക്ഷ 5 മുഖങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആശ്രമങ്ങൾ വഴി ഫ്രീ ആയിട്ട് കൊടുക്കാം എല്ലാവർക്കും. അവരുടെ പൂജയിൽ വച്ചിട്ട് എല്ലാവർക്കും തപാലിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആശ്രമങ്ങളിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ 5 മുഖ രുദ്രാക്ഷങ്ങളാണ്. മറ്റ് റെയർ രുദ്രാക്ഷങ്ങളൊന്നും അങ്ങനെ ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ അത്രമാത്രം കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്കും വില കൊടുത്ത് തന്നെ മേടിക്കാനേ പറ്റുള്ളൂ ആർക്കായാലും. 5 മുഖ രുദ്രാക്ഷത്തിന് ചീപ്പായതുകൊണ്ട്, ധാരാളം കിട്ടണതുകൊണ്ട് മുഴുവൻ പേരിലേക്കും രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആശ്രമങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാവശ്യപ്പെട്ടാലും അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈവൺ അതിപ്പോൾ കോസ്മോക്കിൽ നിന്ന് പോലും നമുക്ക് വരുന്ന ആളുകളിൽ അവർക്ക് നിവൃത്തിയില്ല, വേറെ ഒന്നും കൂടെ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ വെറുതെ 5 മുഖം കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ വേറെ ആളുടെ ഒരു പർപ്പസിന് വന്നതാണ്. അപ്പോൾ കൂടെ വന്ന ഒരാൾക്ക് ഇതൊന്നായിട്ടൊരു താല്പര്യമില്ല, പക്ഷെ അയാളോട് നമ്മളൊരു 5 മുഖം നിങ്ങൾ ധരിച്ചോളൂ, നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അവരുടെ അടുത്ത് അതിനൊരു ഫീസൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പരമാവധി ആളുകൾ രുദ്രാക്ഷത്തിൻ്റെ ധാരണത്തിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. എല്ലാവർക്കും രുദ്രാക്ഷം എന്നാണല്ലോ കോസ്മോക്കിയുടെ സ്ലോഗൻ തന്നെ. അപ്പം അങ്ങനെ, അപ്പോൾ സാറ് കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻസിൽ നിന്ന് രുദ്രാക്ഷവും കൊടുക്കുന്നുണ്ട്, ക്രിസ്റ്റൽസ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെയുള്ള വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട്. ആവശ്യമുള്ള ഹീലിംഗ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. റേക്കി ഹീലിംഗ് ചെയ്തു പോരുന്നുണ്ട്, റേക്കി പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ എറണാകുളത്താണ് സാറിൻ്റെ സ്ഥലം. അപ്പം രുദ്രാക്ഷം വേണ്ടവരാണെങ്കിലും ഇപ്പോൾ ക്രിസ്റ്റൽസ് വേണ്ടവരാണെങ്കിലും അപ്പം ഏത് വലിപ്പത്തിൽ ചെയ്യണം, ലോക്കറ്റായിട്ട് ധരിക്കണോ, ബ്രേസ്ലെറ്റായിട്ട് ധരിക്കണോ, അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് വിളിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ സാറിന് നേരിട്ട് കോൺടാക്ട് ചെയ്ത് പ്രധാനമായിട്ടും നമുക്ക് അവരവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ സമയത്ത് അവർക്ക് ധരിക്കേണ്ട രുദ്രാക്ഷ ഏതാണ്, അത് അഫോർഡബിൾ ആണെങ്കിൽ അവരത് ധരിക്കട്ടെ. അല്ല, അവർക്കത് അഫോർഡബിൾ അല്ല എങ്കിൽ അവർക്ക് ധരിക്കേണ്ട ക്രിസ്റ്റൽസ് ഏതാണ്. എന്തായാലും നമ്മൾ കോസ്മോക്കിയിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചതിന് ശേഷം ക്രിസ്റ്റൽസും നോക്കുന്നുണ്ട്. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ക്രിസ്റ്റൽസ് നോക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ എനർജി ഉള്ള ആളിന് റെമഡി ആവാനായിട്ട് പർട്ടിക്കുലർ ഇതിലേതെങ്കിലും ഒരു ക്രിസ്റ്റലാണ് നമ്മുടെ ഇൻറ്റ്യൂഷനിൽ കിട്ടണത് എങ്കിൽ അതൊരു സൂചനയാണ്. അയാളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ അറിവിൻ്റെ മേൽ ഒരു സൂചന കിട്ടുകയാണ്, ഇന്ന ടൈപ്പിലാണ് അയാളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചക്രാസ് ബ്ലോക്കായിട്ടിരിക്കുന്ന ഒരാൾക്ക് റോസ് കോഡ്സിൻ്റെ കല്ലാണോ കൊടുക്കേണ്ടത്, അമത്തീസിൻ്റെ കല്ലാണോ കൊടുക്കേണ്ടത്, ടൈഗറയുടെ കല്ലാണോ കൊടുക്കേണ്ടത്, കർണീലിയൻ്റെ കല്ലാണോ കൊടുക്കേണ്ടത്, അതോ ബ്ലാക്ക് ടൂർമിലിൻ്റെ കല്ലാണോ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇതാണ് അയാൾക്ക് കൊടുക്കേണ്ടതെന്ന് കിട്ടിയാൽ, ബ്ലാക്ക് ടൂർമിലിനാണ് കൊടുക്കേണ്ടതെന്ന് കണ്ടാൽ നമ്മൾ ഉറപ്പിച്ചോളണം അയാളുടെ സങ്കല്പത്തിന്, അയാളുടെ മനസ്സിന് എന്തോ വികല്പമുള്ള ആളാണ് എന്ന് വെച്ചാൽ അയാൾക്ക് ബ്ലോക്ക് കാര്യമായിട്ടുണ്ട്. അത് വേണമെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ കൂടോത്രം പോലത്തെ എന്തെങ്കിലും ആവാം, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണില്ലെങ്കിലും. അത് ആളുകൾക്ക് ഉണ്ടെന്നുള്ളതാണല്ലോ, നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയണത് കൊണ്ടല്ല, ആളുകൾക്കത് അനുഭവത്തിലും തോന്നലിലും ഉണ്ടെങ്കിൽ അത് നാട്ടിലുണ്ട്. ആ സാധനത്തിനെ നമുക്ക് അയാളോട് അതൊന്നും പറയാതെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾക്ക് ആ തരത്തിലുള്ള എന്തോ ഒരു ബ്ലാക്ക് എനർജി, ഒരു പുറത്തുനിന്ന് വന്നു ചേരുന്ന എനർജി അയാൾക്കുണ്ടെന്ന് മനസ്സിലായി. ആ ആൾക്ക് ടൈഗറയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പോകേണ്ടത് അയാൾക്ക് കേതുവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ദോഷമാണുള്ളത്. കേതുവിൻ്റെ കല്ലാണല്ലോ ഇവിടെ സജസ്റ്റ് അയക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊരു കുറഞ്ഞ, മറ്റതിനേക്കാൾ കുറഞ്ഞ പദ്ധതിയാണ്. ദൃഷ്ടിദോഷം പോലത്തെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ജനറൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസോ ആണ് അയാൾക്കുള്ളൂ എന്ന് കരുതി നമ്മൾ അയാളെ ആ രീതിയിൽ മാനിച്ചാൽ മതി. മനസ്സിലായി? അതേ കേസ് റോസ് കോഡ്സ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്നത് അയാളാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ആൾ. അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അയാൾക്ക് പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വ്യക്തിയുടെ ആ സംസാരത്തിൽ നിന്ന് കാര്യങ്ങൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. നമ്മൾ അത് കിട്ടുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം നമ്മൾ അവരുടെ എനർജി നോക്കും.
എനർജി നോക്കുമ്പോൾ കിട്ടണതാണ് നമുക്ക് കറക്റ്റായത്. അത് അമത്തീസ്റ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾക്ക് സ്പിരിച്വൽ ആണ് പ്രശ്നം എന്നാണ്, അല്ലെങ്കിൽ ഇമോഷണൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്നതെന്ന് പറഞ്ഞാൽ ആദ്യം പട്ടിക ഉണ്ടാക്കി വെക്കാൻ പറ്റണില്ല. ദുബായിൽ പോകണമെന്ന് പറഞ്ഞ് എല്ലാ പേപ്പറും റെഡി ആയിട്ടിരിക്കുകയാണ് ഒരാളുടെ. അയാൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന, ഇയാളെ അവിടെ ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് പോരാൻ വേണ്ടി ജോലി മാറാൻ വേണ്ടി നിൽക്കുന്ന ആളുണ്ട്. രണ്ടുപേർക്കും സംഭവം സാധിക്കുന്നില്ല. അയാൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റണില്ല, ഇയാൾക്ക് അങ്ങോട്ട് പോകാനും പറ്റണില്ല. എന്തോ ഒരു ചെറിയ ഒരു ദൗർഭാഗ്യം കടന്ന് കളിക്കണം. അയാൾക്ക് ഒരു അമത്തീസ്റ്റിൻ്റെ ഒരു ലോക്കറ്റാണ് കൊടുത്തത്. ഒരാഴ്ച കഴിഞ്ഞ് അയാൾ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു. പിന്നെ അതിന് ആവശ്യമില്ല, അതുണ്ടാവില്ലായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ അതിൻ്റെ ഹുക്ക് കഴിഞ്ഞ് പോവോ പൊട്ടിപ്പോവോ ഒക്കെ ചെയ്ത് അവരത് കയ്യിൽ നിന്ന് അത് പോകും. ഇതുപോലെ ജാസ്പർ അഗേറ്റ് കൊടുത്തു നോക്കുന്ന സമയത്ത് അതാണ് അവർക്ക് വേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞാൽ മുതിർന്ന ഒരാളാണ്, അയാൾക്ക് ജാസ്പർ അഗേറ്റ് വേണമെന്ന് കാണുന്നു. അപ്പോൾ അതെന്തായിരിക്കും? ജാസ്പർ അഗേറ്റ് ഇത്ര മുതിർന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ അത്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, അയാളോട് ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാൻ പോവാണ്, പരീക്ഷ വരാൻ പോകണം. അപ്പോൾ പരീക്ഷയിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാസ്പർ അഗേറ്റ് കൊടുക്കുക. അത് പ്രായമുള്ള ആൾക്കും പരീക്ഷയ്ക്ക് സഹായം വേണം. അപ്പോൾ നമ്മൾ ആദ്യം അറിയുന്നില്ല അയാൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ വന്നേക്കണത്, അല്ലെങ്കിൽ അയാളുടെ വേറെ പ്രശ്നങ്ങളാണ് പറയണത്. പരീക്ഷയും അതിലൊരു ഘടകമാണ്, അതാണ് അത്യാവശ്യം ഞാൻ പരിഹരിക്കേണ്ടതെന്ന് കാണിച്ചുകൊണ്ടാണ് ജാസ്പർ അഗേറ്റ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അല്ലേ, അനന്തമാണ്. എനിക്കിത് 26 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പം കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻസ് ഇനിയും പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്റ്റൽസും രുദ്രാക്ഷവും ഒക്കെ അതിൻ്റെ മഹാത്മ്യം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സംഗതി കൂടി, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് പലർക്കും വലിയ വലിയ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഇതിൽ ത്രില്ലടിക്കാൻ കാരണം. എന്ന് വെച്ചാൽ ഞാൻ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു ചേച്ചി, അവർ വളരെ വിഷാദത്തിലായിട്ടൊരു 3-4 വർഷമായി അവരവരുടെ കാര്യങ്ങൾ പോലും നോക്കാതെ, കുട്ടികളെ നോക്കാതെ വലിയ വിഷാദത്തിലായിട്ടിരിക്കുന്നു. അത്യാവശ്യം വേണ്ടത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ എന്ന്. അവരുടെ ആരോ ബന്ധുക്കൾ എൻ്റെ അടുത്ത് പറയണു, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ മാഷേ എന്ന് ചോദിക്കണു. ഞാൻ അവർക്കൊരു ചെറിയ അമത്തീസ്റ്റിൻ്റെ ഇതേ ലോക്കറ്റ് അവർക്ക് കൊടുക്കുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അവരുടെ ഷോപ്പ് അവർ പോയി ഏറ്റെടുത്തിരിക്കുന്നു. അവർ വളരെ ബോൾഡായിരിക്കുന്നു. അവരുടെ പണിക്കാരെ നോക്കാൻ ഏൽപ്പിച്ച് വിട്ടിട്ട് പോകുന്ന ഷോപ്പ് അവർ 4 ദിവസം കഴിഞ്ഞപ്പോൾ പോയി ഏറ്റെടുത്ത്. എന്തോ ഒരു ചെറിയ എനർജി ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ആർക്കും കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ എനർജി അവിടെ ചെന്ന് മാറ്റി അവർക്ക് ആ വലിയൊരു ഓപ്പണിംഗ് കിട്ടി. അപ്പോൾ ഇത് നാട്ടിലെ എല്ലാവരും രുദ്രാക്ഷത്തിനെ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും രുദ്രാക്ഷം എന്ന് പറയുന്നത് പോലെ ചുരുങ്ങിയ ചെലവിൽ ആളുകൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്ന ഒരു അനുഭവം, അതിൻ്റെ ത്രില്ലിലാണ് ഞാനുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സാറിന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. അപ്പം ക്ഷമയോടുകൂടി ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.